സക്സസ്ഫുൾ ആണോ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ? ജാപ്പനീസ് മനുഷ്യരുടെ ഹാപ്പിനെസ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് എഴുതപ്പെട്ട മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റഴിഞ്ഞ ബുക്കാണ് ഇക്കിഗായ്. ഇക്കിഗായ് അതായത് ജാപ്പനീസ് മനുഷ്യരുടെ ഹാപ്പിനെസ്സിന്റെ റൂട്ട് എന്ന് പറയുന്നത് ദ ഹാപ്പിനെസ് ഓഫ് ബീയിങ് ബിസി എന്നുള്ളതാണ്. ബിസി ആയിരിക്കുന്നതിലെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ജോലി നമുക്ക് പൈസ തരുന്നു, നമ്മുടെ ജോലി നമുക്ക് സംതൃപ്തി തരുന്നു, നമ്മുടെ ജോലി സൊസൈറ്റിക്ക് എന്തെങ്കിലും നൽകുന്നു. ഇത് മൂന്നും വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ഫൗണ്ട് യുവർ ഇക്കിഗായ് എന്നാണ്. എൻ്റെ ജോലി നോക്കൂ, ഞാൻ എഴുത്തുകാരനാണ്, ബുക്ക് വിറ്റുന്നതൊരു പൈസ എനിക്ക് വരുന്നുണ്ട്, ഞാൻ എഴുതുന്ന കാര്യം ത്രില്ലിംഗ് ആണ്, എനിക്കിഷ്ടമാണ് എഴുതാൻ, ഞാൻ അതിൽ ഹാപ്പിയാണ്. ഈ ബുക്ക് വായിച്ചിട്ട് ആർക്കൊക്കെയോ അവരുടെ സമയം നല്ല രീതിയിൽ വായിക്കുന്നത് അവർക്ക് ഉപകാരപ്പെടുന്നു, ചിലർക്ക് അത് ലൈഫിനെ സഹായിക്കുന്നു. ഐ ഹാവ് ഫൗണ്ട് മൈ ഇക്കിഗായ്. ആ പെർസ്പെക്റ്റീവിൽ ഇഫ് യു ആസ്ക് മീ സക്സസ്ഫുൾ, ഐ ആം സക്സസ്ഫുൾ ആസ് ഓഫ് നൗ. അത് പക്ഷേ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കാറിൻ്റെ വലിപ്പം വെച്ച് നോക്കിയിട്ടോ ഞാൻ ഉപയോഗിക്കുന്ന വാച്ചിൻ്റെ വലിപ്പം വെച്ച് നോക്കിയിട്ടോ ആയിരിക്കരുത്, മറ്റൊരു തരത്തിലാണ്. ഇനി പരീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഭയങ്കരമായി വലുതാകുന്നുണ്ട്. എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം ട്രൈ ചെയ്തു? എനിക്ക് ഭയങ്കര താല്പര്യം. നമ്മൾ ആക്ച്വലി സ്റ്റാൻഡപ്പ് ഒരു ട്രെയിലറൊക്കെ വെച്ച് നമ്മുടെ ഫോളോവേഴ്സിന് പോലെ അത് അറിയണ്ടാവില്ല. കാരണം കുറേ ഫോളോവേഴ്സ് കൊറോണയ്ക്ക് മുമ്പൊക്കെ എനിക്കൊരു 400K ഒക്കെ ആയിരുന്നു ഫോളോവേഴ്സ്. പിന്നീടാണ് ഒരു 1 million റേഞ്ചിലേക്കൊക്കെ വരുന്നത്. അപ്പം നല്ല അതിനു മുമ്പ് സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ട്രെയിലറൊക്കെ ചെയ്ത് ആദ്യത്തെ ഷോ നടത്തുന്നത് ദുബായിലാണ്. ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു, ഇഷ്ടംപോലെ ഓപ്പൺ സ്പേസിലായിരുന്നു. നല്ല രീതിയിൽ അത് വർക്കായി. പിന്നെ VIT വെല്ലൂർ നടത്തിയിരുന്നു. അവരുടെ കോളേജിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ എന്ന് പറഞ്ഞ് വെച്ചാണ് അനൗൺസ് ചെയ്തത്. എനിക്ക് നമുക്ക് ഭയങ്കര സർപ്രൈസ്. കാരണം നമ്മുടെ അടുത്ത് നിന്ന് മോട്ടിവേഷൻ പ്രതീക്ഷ വന്നിട്ട് നമ്മൾ അവരെ ചിരിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് സർപ്രൈസിംഗ് ആണ്. എക്സ്ട്രാ കഥ പറയുന്നതിനെ ഇയാളെ കൊണ്ട് തമാശ പറയാൻ പറ്റുമെന്നുള്ളൊരു തമാശ പറയുന്നേക്കാൾ ഉപരിയായിട്ട് ഓഫ്കോഴ്സ് തമാശയാണ്, പക്ഷെ അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന സാധനമല്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് പ്രൊഡ്യൂസർ ചോദിച്ചു, ജോസഫ് നിങ്ങൾ രണ്ടുപേരും ആദ്യം നീ ആയിരുന്നു അപ്പുറത്ത്, ജോസഫ് ആയിരുന്നു അപ്പുറത്ത്. ഞാൻ അറിയാണ്ട് പറയാൻ പറ്റും, അസംബ്ലി ഒന്നുമല്ല, നമുക്ക് എങ്ങനെയും തോന്നാ പോലെ. അതിനെ റിക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ വേറെ ആൾ പറയുമ്പോൾ അത് ഹ്യൂമർ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആ മൊമെന്റിൽ നമ്മൾ അറിയാണ്ട് ചിരിക്കുകയാണ്. സ്റ്റാൻഡപ്പിന്റെ ഏറ്റവും വലിയ സംഭവം അവർ പ്രിപ്പയർ ചെയ്തൊന്ന സാധനമല്ല. നിങ്ങൾ ഏത് സക്സസ്ഫുൾ സ്റ്റാൻഡപ്പ് കോമഡി ഷോസ് ചോദിക്കും, അവർ ഓരോരുത്തരോട് ചോദിക്കും വിച്ച് കൺട്രി, ഇന്ത്യ ലൈവ് ഉണ്ടാക്കാനുള്ള സ്കില്ലാണ് സ്റ്റാൻഡപ്പ്. എനിക്കത് താല്പര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പോകുന്ന ടോക്ക് ഷോസ് ഇതിന്റെ ബ്ലെൻഡ് ആണെന്നാണ്. ഒരു ഇൻ ആൻഡ് ഔട്ട് സ്റ്റാൻഡപ്പ് കോമഡിയും അല്ല, ഒരു ത്രൂ ഔട്ട് മോട്ടിവേഷണൽ സംഭവം അല്ല, ഇറ്റ്സ് എ റൈറ്റ് മിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് സിനിമയാണ്, എഴുത്ത്. ഇത് ഞാൻ സിനിമ എഴുതുമെന്ന് പറയാൻ വേണ്ടി ഇപ്പം 4-5 കൊല്ലമായിട്ടോ. 4 കൊല്ലം മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത കൊല്ലം ചിലപ്പോൾ സിനിമ ഉണ്ടാവുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം 2 ബുക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഒരു ബുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തു, അത് 2025 ഇറങ്ങണം. പിന്നെ ഒരു തമാശ പുസ്തകമാണ്, കുട്ടി പുസ്തകമാണ്, ഒരു കുഞ്ഞ് സ്ക്വയറിൽ നമ്മുടെ കുട്ടി അനുഭവങ്ങൾ ഇങ്ങനെ വെറുതെ ആർക്കും വായിക്കാന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് വായനാശ ഇല്ലാത്തവരും അതാണ് മനസ്സിലിട്ടാണ്. ഇനി വേറെ ഇത് കേട്ടിട്ട് എടുത്ത് കോപ്പറേറ്റഡ് ആർക്കും വായിക്കാം. ഇങ്ങനെ ഒരു പേജുള്ളൂ, 1 മിനിറ്റ് കൊണ്ട് വായിച്ചു തരും. ഒരു കുഞ്ഞ സംഭവമായിരിക്കും, തോട്ട്സ്, അങ്ങനെ ഒരു 250 തോട്ട്സ്, ഒരു ബുക്ക്. വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാം, എടുത്ത് കളയാം, എടുത്ത് വായിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ റൈറ്റ് ആസ് ഓഫ് നൗ. കാരണം ഐ വിൽ ട്രൈ ടു റൈറ്റ് എ മൂവി. എൻ്റെ ഫുൾ എനർജി ബുക്ക് എന്നുള്ള കാര്യം ഞാൻ വിടാനാണ് തീരുമാനിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 years ഇഫ് ഞാൻ എഴുതുന്ന മൂവി പുറത്തു വരണം, മൂവി സക്സസ്ഫുൾ ആവണം, പുതിയ ഇതാണ് ഇനി എൻ്റെ പരിപാടി എന്ന് എനിക്ക് തോന്നണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.